ഔട്ട്ലാൻഡറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളുകൾ കൂടി ചെയ്യുന്നൊരു വ്ളോഗാണ് കേട്ടോ അത്. നമ്മൾ നാട്ടിലില്ലായിരുന്നു. നാട്ടിൽ നിന്ന് പോന്നിട്ട് കുറച്ച് നാളുകളായി, കുറച്ച് മാസങ്ങളായി. അപ്പം നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇനി വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ ഓഫ് റോഡിങ്ങും പിന്നെ ട്രിപ്പും അതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ വർക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്കായി. അപ്പോൾ പിന്നെ വ്ളോഗോ കാര്യങ്ങളോട്ട് പോകാനോ ഒന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഡെയിലി വ്ളോഗ് ചെയ്യാനായിട്ട് മോഹം തോന്നി. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. ഡെയിലി വ്ളോഗ്സ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ്. എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് ഒന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇതിലത് കാണാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലാണ്. മസ്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം രാവിലെ ഓഫീസിൽ പോകാനുള്ള പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങി രാവിലെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നടന്ന് ഹൈവേയുടെ സൈഡിലോട്ട് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ക്യാബ് എടുത്ത് വേണം നമുക്ക് ഓഫീസിൽ പോകാനായിട്ട്. ഒന്നെങ്കിൽ ഷെയർ ടാക്സി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബസ് സർവീസ് ഉണ്ട്. മൗസലാത്ത് എന്നാണ് എൻ്റെ പേര്. മുന്നിലൊരു റെഡ് ബസ് പോകുന്നതുണ്ടോ, അതാണ് മൗസലാത്ത് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ആ ബസ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ടാക്സി എടുക്കും. അപ്പോൾ ഏത് വണ്ടിയാണോ ആദ്യം വരുന്നത്, അപ്പോൾ നമ്മൾ ആദ്യം വരുന്നതനുസരിച്ചുള്ള വണ്ടിയിൽ കയറും കേട്ടോ. എപ്പോഴും ആദ്യം വരുന്നത് ആക്ച്വലി ഷെയർ ടാക്സി ആയിരിക്കും. അപ്പം നമ്മൾ വേഗം എത്താനായിട്ട് മിക്കവാറും ഷെയർ ടാക്സി കയറിയാണ് പോകാറ്. മൗസലാത്ത് ഇടയ്ക്ക് കറക്റ്റ് സമയത്തൊന്നും വരത്തില്ല. അപ്പം നമ്മൾ ഏത് വണ്ടിയാണോ ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ കയറി നമ്മൾ സ്കൂട്ടാകും കേട്ടോ. അങ്ങനെയാണ്.
അങ്ങനെ നമ്മളിത് ആൽക്കൊയർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. ഇവിടെയായിട്ടാണ് കേട്ടോ ഇവിടുത്തെ മിനിസ്ട്രി കാര്യങ്ങളൊക്കെ വരുന്നത്, ആൽക്കൊയറിൽ. അങ്ങനെ ഫൈനലി നമ്മൾ ക്യാബ് ഇറങ്ങിയത് ഓഫീസിൻ്റെ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. ഇന്ന് നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ മഴയൊക്കെ പെയ്യുമെന്ന് പറയുണ്ടായി, പക്ഷേ ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. കുറേ നാളായി മഴ പെയ്തിട്ട്, ഒടുക്കത്തെ ചൂടും, ഒരു രക്ഷയില്ല. അങ്ങനെ ഫൈനലി ഇതാ ഓഫീസ് എത്തിയിട്ടാ. ഞാൻ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ വന്നതേ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് ഇനി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പം എന്തേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഓഫീസിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇത് എൻ്റെ കൊളീഗ്സാണ് കേട്ടോ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ശ്രീകാന്ത് ഏട്ടനും ഒന്ന് അജയ് ചേട്ടനും. അപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനൊക്കെ ഉച്ചയ്ക്ക് പോകാറ്. തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്നാണ് കേട്ടോ വരും. അത്യാവശ്യം നമ്മുടെ കേരള മീൽസൊക്കെ കിട്ടും, ബിരിയാണി കിട്ടും. അപ്പം ഇന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് നൈസായിട്ട് തിരിച്ച് ഓഫീസിലോട്ട് പോകണ രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഗായ്സ്, നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാബൊക്കെ ഇറങ്ങി തിരിച്ച് റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറേ നടക്കണം, ഒരു 10-20 മിനിറ്റ് നടക്കണം കേട്ടോ വീടെത്തണമെങ്കിൽ. മൈ ഗോഡ്, വൺ ഡോഗ് ഈസ് കമ്മിങ്. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോയ ഏതോ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് എടുത്തേക്കണേ. ഇന്ന് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സമയം കിട്ടിയില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഇന്ന്. അങ്ങനെ ഗ്യാപ്പൊക്കെ കിട്ടുമ്പം ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട് കാര്യം പറഞ്ഞാൽ, പക്ഷേ ഒരു ഫ്ലോ ചെയ്യാൻ കിട്ടുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. സെറ്റാവും, ശരിയാവും, പിന്നല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് കാണിരുന്നു, ചുമ്മാ എല്ലാവരും ഇപ്പോൾ കണ്ടു കാണും, അതുകൊണ്ടാണല്ലോ ഇവിടെ വരെ എത്തിയത്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ഡെയിലി വ്ളോഗായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും.
അപ്പോൾ അതുവരേക്കും ദിസ് ഈസ് അശ്വിൻ സുരേഷ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. ഓക്കെ.